എനിക്ക് വയ്യാത്തതിന് ലുലുവിലേക്ക് എന്നെ മര്യാദയ്ക്ക് പോയിട്ടില്ല. ചേച്ചിയോട് എനിക്ക് ഒത്തിരി ബഹുമാനമാണ്. ആണോ? വളരെ സന്തോഷം. നിങ്ങൾ ഗോതമ്പ് ഉപ്പുമാവാണോ ഉണ്ടാക്കുന്നത്? ഇന്നലെ ഒന്ന് പറയണേ. ഇന്നലെ ഗോതമ്പ് ഉപ്പുമാവ് മക്കളെ ഉണ്ടാക്കിയത് നല്ല രസമാണ്. ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ മക്കളെ. ഗോതമ്പത്തിന്റെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ സാധാ മറ്റേ നമ്മള് റവ ഉണ്ടാക്കുമല്ലോ, റവ മറ്റേ വെള്ള റവ, ടേസ്റ്റ് ആട്ടോ. ഗോതമ്പത്തിന്റെ ഉപ്പുമാവ് നല്ല സോഫ്റ്റും ഉണ്ടാവും, നല്ലതുണ്ടാവും. നല്ല സൂപ്പർ സാധനം മക്കളെ. നിങ്ങളൊക്കെ കണ്ടോ ഞാൻ ഉണ്ടാക്കിയത്? കണ്ടു നോക്കി അതേമാതിരി ഉണ്ടാക്കിക്കോളി മക്കൾ, ഒന്നും നോക്കാനില്ല. അത് നെയ്യ് വേണം, നല്ല നെയ്യ് ഇഷ്ടപ്പെടുന്ന പോലാണെങ്കിൽ മിനിമം നെയ്യ് ഒരു സ്പൂണ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടു ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പെരട്ടി കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ എല്ലാം കൂടി കൂട്ടി ഇളക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. തിന്നാലൊരു ചെറിയ പൊടിയിട്ടൊരു കട്ടൻ ചായയും പിന്നെ 2 കോഴിമുട്ട നമ്മളൊരു പ്ലേറ്റിലേക്ക് നമ്മൾ ഉപ്പുമാവ് എടുക്കുകയാണെങ്കിൽ ആ ഉപ്പുമാവ് എടുത്തൊരു സൈഡിൽ വെക്കുക. എന്നിട്ട് കോഴിമുട്ട നന്നാക്കി വരിഞ്ഞിട്ട് കായം കൂട്ടി പൊരിക്കുക. കായം എന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് പിരിമുളക്, ഒരു മഞ്ഞപ്പൊടി, തിരുമ്പ് കുരുമുളകിൻ്റെ പൊടി എല്ലാം കൂടി കൂട്ടി കുഴച്ച് ഉപ്പും കൂട്ടി കുഴച്ചിട്ട് ആ കോഴിമുട്ട അങ്ങോട്ട് പൊരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു കോഴിമുട്ട 2 കോഴിമുട്ട, നമുക്ക് കോഴിമുട്ടയുടെ എണ്ണ നമ്മൾ നോക്കണം, അത് നമ്മളെ തിന്നണ ഇഷ്ടം പോലെ 1-2 കോഴിമുട്ട എടുത്തിട്ട് അതും സൈഡിൽ വെക്കുക. ഈ ഉപ്പുമാവും കൂട്ടി തിന്നാലുണ്ടല്ലോ നേരിയ പൊടികളൊക്കെ